72,27,93,361 രൂപ വരവും 70,94,97,623 രൂപ ചിലവും 1,32,95,738 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ആറ്റിങ്ങൽ നഗരസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. ഇന്ന് ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നടന്നു. ആറ്റിങ്ങൽ നഗരത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് ബഡ്ജറ്റെന്ന് ഭരണപക്ഷം അവകാശപ്പെട്ടു. എന്നാൽ BJP കോൺഗ്രസ് അംഗങ്ങൾ ബഡ്ജറ്റ് ചർച്ച ബഹിഷ്കരിച്ചു. ഈ നിരവധിയായിട്ടുള്ള കൊള്ള വാഗ്ദാനങ്ങൾ നടത്തിയ ഈ ബഡ്ജറ്റ് പരിപൂർണമായി ബഹിഷ്കരിക്കുകയും BJPയുടെ പാർലമെന്ററി പാർട്ടി ഇത് ബഹിഷ്കരിക്കാനായിട്ട് അറിയിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ, ബഹുമാനപ്പെട്ട നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ, നഗരവാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന ബഡ്ജറ്റാണിതെന്ന് BJP അംഗങ്ങൾ പ്രതികരിച്ചു. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് കഴിഞ്ഞ കൊല്ലങ്ങളിലെ ഫോട്ടോ കോപ്പികളിലുപരി പ്രത്യേകിച്ചൊന്നും നമുക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ ജീവൽ വിഷയങ്ങളൊന്നും സ്പർശിക്കാതെ ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു. നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ അത് ഏത് പദ്ധതിയാണെന്ന് പറയാതെ, മുനിസിപ്പാലിറ്റിക്ക് വിഹിതമുണ്ടോ ഇല്ലയോ എന്ന് പറയാതെ ഇവിടെ കാണിച്ച ഈ ഒരു ഷോയിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിറങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ കുടിവെള്ള പ്രശ്നം, ഇത് നരേന്ദ്രമോദിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജലജീവൻ മിഷൻ വഴി കൊടുക്കുന്ന ഈ പദ്ധതി കൃത്യമായി കൊടുക്കാതെ പല സ്ഥലങ്ങളിലും പാർട്ടിയുടെ ആൾക്കാരെ മാത്രം നോക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതും അതിൻ്റെ അവകാശവാദവും മുനിസിപ്പാലിറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജനോപകാരപ്രദമല്ലാത്ത ഈ ബഡ്ജറ്റിലെ ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തുമാത്രം വികസനം നടപ്പിലാക്കണം, ജനോപകാരപ്രദമായ പ്രവൃത്തികൾ എന്ത് ചെയ്യണം, ഇതാണ് ഒരു ബഡ്ജറ്റ്. അതിന് നമുക്ക് എത്ര രൂപ വകയിരുത്താൻ സാധിക്കും? ഇവിടെ ബഡ്ജറ്റിൽ പ്രസംഗത്തിൽ ധനകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി 43 കോടി രൂപ ചിലവാക്കുമെന്നാണ്. പക്ഷേ ബഡ്ജറ്റിന്റെ ഉൾക്കാമ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കഴിഞ്ഞ വർഷത്തെ വെറും 2.5 കോടി രൂപ മാത്രമാണ് ചിലവാക്കാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ തീർത്തും ജനങ്ങളെ വഞ്ചിതരാക്കുന്ന ബഡ്ജറ്റാണിത്. നിലമായി കിടന്നത് മുഴുവനും കരമണ്ണിട്ട് നികത്തി ഇത് മുഴുവൻ തിരിച്ചു പിടിക്കുമെന്ന അവകാശവാദമാണ് ഈ ബഡ്ജറ്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. സാധിക്കുമോ? ജനങ്ങൾക്കറിയാം ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഈ ഭൂമി മുഴുവനും, നിലമായി കിടന്ന ഭൂമി മുഴുവനും നികത്തിയത് ആരുടെ പ്രേരണ മൂലമാണെന്നും ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ ഭരണാധികാരികൾക്കറിയാം, ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. ആ സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ നിർദ്ദേശിക്കുകയാണ് മുഴുവൻ നിലമായിട്ടുള്ള ഭൂമിയും മണ്ണിട്ടത് നീക്കം ചെയ്തുകൊണ്ട് വീണ്ടും വയലാക്കി മാറ്റുമെന്നാണ് ഇവർ പറയുന്നത്. എന്ത് വിരോധാഭാസമാണ് ഇതിലുള്ളത്? കോൺഗ്രസ് അംഗങ്ങളും കടുത്ത വിയോജിപ്പ് അറിയിച്ചു. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, ഈ ബഡ്ജറ്റ് വേണ്ടേ വേണ്ട, തുലയട്ടെ. ആറ്റിങ്ങൽ നഗരസഭയിലെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിൻ്റെ ചർച്ചയായിരുന്നു ഇന്ന്. ഇതിനെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ എതിർക്കുകയാണ്. കാരണം തികച്ചും പച്ചക്കള്ളമാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബഡ്ജറ്റല്ല, ഓട്ടയുള്ള ബക്കറ്റാണെന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിവില്ലാത്തതും നടപ്പിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പൊള്ളത്തരങ്ങൾ മാത്രമാണ്. വലിയുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. 5 മണിക്ക് ശേഷം ഡോക്ടറില്ല. കഴിഞ്ഞ ദിവസം 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചികിത്സ നിഷേധിച്ചു. ആ നിഷേധിച്ച കുട്ടിയുടെ രക്ഷിതാവ് ചോദിച്ചപ്പോൾ അകാരണമായി അദ്ദേഹത്തെ മർദ്ദിക്കുകയാണ് ചെയ്തത്. നിലവിൽ 8 പരാതിയുള്ള ഒരു ഡോക്ടർ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹൈ BP ആണെന്നാണ്. ഹൈ BP ഉള്ള ഡോക്ടർ എങ്ങനെയാണ് ഇവിടെ നാടിൻ്റെ സ്വത്തിൻ്റെയും സംരക്ഷണം നൽകുന്നത്? 100 കണക്കിന് ആളുകളാണ് വലിയുന്ന ആശുപത്രിയിലെ കടന്നു വരുന്നത്. 12 സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഫുഡുകൾ പിടിച്ചെടുക്കുന്നു. പക്ഷേ പിടിച്ചെടുത്ത ഫുഡുകളുടെ ഹോട്ടലുകളിൽ വ്യക്തമായ പേരോ നിർദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷേ നഗരസഭയിൽ നിന്ന് നോട്ടീസ് നൽകിയെന്നാണ് പറയുന്നത്. വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് നഗരസഭ നടത്തിയിട്ടുള്ളത്. മാലിന്യ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്ന അഴിമതികൾ പോലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ബഡ്ജറ്റിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എന്നും മുൻപന്തിയിലാണ്. പക്ഷേ നഗരസഭയുടെ പേരിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അഴിമതി നടത്താനാണ് തീരുമാനമെങ്കിൽ
അതിനെ ശക്തമായി ഈ പാർട്ടി എതിർത്തിരിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ എല്ലാ വർഷവും അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴേ ഓരോ റോഡുകളും മിനി MCF ഉൾപ്പെടെ ഓരോ റോഡുകളിലും കൊണ്ടുവച്ച് മാലിന്യ കൂമ്പാരങ്ങളാണ് ഈ റോഡുകളെല്ലാം. ജനക്ഷേമപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും തന്നെ ഈ ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ ബഹിഷ്കരിച്ചത്.